ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഈ പാൻ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3 കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നന്നായിട്ട് സെറ്റായി വരുന്ന സമയത്ത് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവിൻ്റെ അളവൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് സമയം അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കം ഒരുപാടൊന്നും അങ്ങോട്ട് വെന്തുടയേണ്ട ആവശ്യമില്ല. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ക്യാപ്സിക്കം കടിക്കാനായിട്ട് കിട്ടണം. ആ രീതിയിൽ മാത്രം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പൊറോട്ട അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഈ പൊറോട്ടയ്ക്ക് പകരം നമുക്കത് ചപ്പാത്തി വെച്ചിട്ടും ചെയ്യാം. ചപ്പാത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാല പൊറോട്ടയിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഇനി ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. അതിനുശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റിലൊക്കെയാണ് ഉണ്ടാവുക. വീട്ടിൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം. അതുപോലെ ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനും പറ്റും. ഇത് തൈരിൻ്റെ അല്ലെങ്കിൽ സലാഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്